അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം ഓഫ് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഹെന്ന പൗഡറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസൻഷ്യൽ ഓയിലാണ്. അതൊരു 30 മില്ലിയോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. യൂക്കലിപ്റ്റസ്, ലാവൻഡർ, ടീ ട്രീ, കാജപ്പുട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഗറാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഏകദേശം വരും, 30 ഗ്രാം. പിന്നെ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അത് നമ്മൾ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് ആർട്ടിസ്റ്റുകൾ പല അളവിലാണ് എടുക്കുന്നത്. ഒരു 240 മില്ലിയോളം വരും. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എൻ്റെ പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗളാണ് ഇനി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഹെന്ന പൗഡർ ഇടുന്നു. പല ബ്രാൻഡ്സിലുള്ളത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ചിലതിൻ്റെ സ്റ്റെയിൻ ഡാർക്ക് മെറൂൺ ആയിരിക്കും, ചിലത് ബ്ലാക്ക് വരെ വരാറുണ്ട്. ഓക്കെ, ഇനി അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഷുഗറാണ്. പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഒന്ന് സ്റ്റിക്കി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് മൈലാഞ്ചിൻ്റെ കളർ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങും. പിന്നെ നമ്മൾ ഡിസൈൻ വരച്ച ശേഷം പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാനും ഈ ഷുഗർ കണ്ടൻറ്റ് ഹെൽപ്പ് ചെയ്യും, സ്റ്റിക്കി ആയതുകൊണ്ട്. പിന്നെ ഇനി അതിനകത്തേക്ക് നമ്മൾ എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹന്തിൻ്റെ ഒറിജിനൽ കളറിനെ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പലതരം എസൻഷ്യൽ ഓയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വെള്ളത്തിന് പകരം ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ചായ തിളപ്പിച്ചാറിയ വെള്ളമോ ചായൻ്റെ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമ്മളെ ഡിപ്പെൻസ് ആണ്. പിന്നെ വെള്ളം ചേർക്കുന്നതിനാണ് ഏറ്റവും നല്ല സ്റ്റെയിൻ കിട്ടും. പിന്നെ നമ്മളൊരു സ്പാച്ചുല, ഈ ഒരു പരന്ന സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്യാം. സ്പാച്ചുല ആകുമ്പോൾ നമുക്ക് പേസ്റ്റ് ബൗളിൽ നിന്ന് നമ്മൾ മറ്റേ ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഒന്നും വേസ്റ്റ് ആവാണ്ട് ഇതാക്കാൻ പറ്റും. പിന്നെ അതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഫുൾ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പാടില്ല, കുറച്ചായിട്ട് മാത്രമേ ഒഴിക്കാവൂ. അല്ലെങ്കിൽ അതിന് വെള്ളം അബ്സോർബ് ചെയ്യുന്ന പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ലംസാവും. അത് നമ്മൾ 8 മണിക്കൂർ ഈ മിക്സ്ചർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് ലംസ് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡൈ റിലീസ്. അപ്പോൾ ഇത് ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരു 6-8 മണിക്കൂറേ ഇത് വെക്കേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു ഡൈ റിലീസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് ഡൈ റിലീസിന് വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് ഇതിനകത്ത് എസൻഷ്യൽ ഓയിൽ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പിന്നെ ക്ലിങ് കവർ വെച്ചിട്ട് ഇതിനെ റാപ്പ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നല്ല രീതിയിൽ നിൽക്കും. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ 6-8 മണിക്കൂറത്തേക്ക് വെക്കുകയാണ്. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ക്ലിങ് റാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ നമുക്ക് മാറിയത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ നമ്മളൊരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നല്ല സ്മൂത്തായിട്ട് ഒരു 5 മിനിറ്റത്തോളം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ലംസ് ഇല്ലാത്ത ഒരു ബാറ്റർ നമുക്ക് കിട്ടും. ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൂടി പോയിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെന്ന പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ലംസൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് നല്ല ഒരിത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 ഇഞ്ചിന് ഒരു 3 ഇഞ്ചോളം നമ്മൾ കൊടുത്തുള്ള ആ ഒരു ഇത് വരുവാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. പിന്നെ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ എടുത്തിട്ടുള്ള നമുക്ക് കിട്ടിയ ബാറ്റർ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. മിക്സ്ചർ നമ്മൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഇതേപോലെ സിലിക്കൺ സ്പാച്ചുല യൂസ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മൾ ഒട്ടും പേസ്റ്റ് പോലും വേസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നന്നായിട്ട് കെട്ടി വെക്കണം. ഈ ഒരു 3 ഇഞ്ചോളം താഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് പുറത്തേക്ക് ലീക്ക് ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ പൈപ്പിംഗ് ബാഗ് നന്നായിട്ട് കെട്ടി വെച്ചതിന് ശേഷം നമുക്കിനി കോണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. അപ്പോൾ ഒരു കോൺ എടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ എഡ്ജ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കോണിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കുറച്ച് താഴോട്ടായിട്ട് ഇറക്കി വെച്ചിട്ട് വേണം അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ എഡ്ജ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കോണിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കുറച്ച് താഴോട്ടായിട്ട് ഇറക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു കണക്കിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഇത്ര ഗ്യാപ്പ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഡയഗണലായിട്ട് ഒട്ടിച്ച് ഇനി അതിനെ ഇപ്പുറത്തെ ഭാഗവും അതേപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു കവറ് മെഹന്തി പുറത്താവാണ്ട് നോക്കണം. ആ ഒരു സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ഇതിനകത്തേക്ക് എയർ കളയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് താഴത്തോളം വരിക. അപ്പോൾ അതിനകത്ത് എയർ ഇങ്ങനെ കുടുങ്ങി നിൽക്കില്ല. പിന്നെ ഇനി ബാക്കിയുള്ളത് മേലെ നിന്ന് ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഇതേപോലെ റൈറ്റ് ലെഫ്റ്റ് നമുക്കൊരു ട്രയാങ്കിൾ പോലെ കിട്ടും. പിന്നെ അതിന് 1, 2 ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്താൽ തന്നെ ഏകദേശം നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒട്ടിക്കുകയാണ്. പിന്നെ ഇനി ആ ബാക്കിയുള്ള 2 എഡ്ജും ഇതേപോലെ ചെറുതായിട്ട് ആദ്യം ഒരു എഡ്ജ് മടക്കി കൊടുക്കുന്നത് സെല്ലോ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കുക നന്നായിട്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ ഇതിനകത്ത് സീലിങ്ങിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് താഴോട്ടേക്ക് കൊടുക്കുന്ന പേസ്റ്റ് മൊത്തം താഴോട്ടേക്ക്, അതാകുമ്പോൾ എയർ ബബിൾസ് ഒന്നും കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിനെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ റൈറ്റിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് വീണ്ടും പിന്നെ ഒരു 2 ടൈംസ് വീണ്ടും ഫോൾഡ് ചെയ്യുന്നത്. അതിനിടയിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. വീണ്ടും സെല്ലോ ടാപ്പ് ഇതേപോലെ താഴോട്ടേക്ക് ഒട്ടിച്ച് കൊടുത്ത് പുറകുന്നു. അതവിടെ നല്ല ഇതായിട്ട് നിന്നതിന് 2 ഭാഗവും കൂടി ഉണ്ട്. അവിടെയും ഇതേപോലെ ഒരു സൈഡിലേക്ക് സെല്ലോ ടാപ്പ് ഇട്ടിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിയിൽ നിന്ന് സെല്ലോ ടാപ്പ് വീണ്ടും ഒട്ടിക്കുക. വീണ്ടും ക്രോസ് ആയിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഫോൺ സീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇളകി പോരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും
ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളകി പോരാണ്ട് ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ആ ഒരു ഇത് കവർ ചെയ്തിട്ട് വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത്. പിന്നെ ഇതിലൂടെ ലീക്ക് വരൂല, എന്നാലും നമ്മൾ ഒന്നുകൂടെ കെയർ ചെയ്തിട്ട് നമ്മളിവിടെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഇതേപോലെ കോൺ റോൾ ചെയ്തിട്ട് വീണ്ടും ഒരു സെല്ലോ ടേപ്പ് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് അങ്ങനെ നമുക്കൊരു അടിപൊളി കോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മളെ ബ്രാൻഡ് ആയിട്ടുള്ള സ്റ്റിക്കർ നമുക്ക് പ്രിൻറ്റിംഗ് പ്രസ്സിൽ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച്